ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, സിറ്റുവേഷൻ എന്താണ്. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് തന്നെയാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളോടായിരിക്കാം അവർ ഒരുപാട് ഫൈറ്റ് ചെയ്യുകയാണ്. അവർ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, മേ ബി അവർക്ക് ഒരു ഇല്യൂഷൻ പോലെ തോന്നുന്നുണ്ട്. അതായത് നിങ്ങളെ അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോവുകയാണോ, നിങ്ങൾ അവരിൽ നിന്നും അകന്ന് മാറുകയാണോ എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ട്, ഒരു ഭയമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ സഡനായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും അവർ എതിർത്തുകൊണ്ട്, ഒപ്പോസ് ചെയ്തുകൊണ്ടാണ്, തകർത്തെറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഒരു പുതിയ തുടക്കത്തിൽ എത്തിച്ചേരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് കൂടുതലായിട്ട് നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങളുടെ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് ഈ വ്യക്തി പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവർ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒറ്റപ്പെടൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. Current feelings of your person and current situation of your person. Feelings and current situation. Okay. Current feelings and current situation of your person. Okay. തീർച്ചയായിട്ടും ഒരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത്രമേൽ
ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പാണ്. എങ്കിലും അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവർ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലൊരു റീബർത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പലതവണയും ഇമ്പോസിബിൾ ആണ്, ഈ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കില്ല എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്പർ 10 and 3 is significant for this relationship. യെസ്, അവരുടെ മനസ്സിൽ ഒരുപാട് തവണ അവർ ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു കാര്യം. തീർച്ചയായിട്ടും എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് എങ്കിലും, മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് അവർ കാണുന്നത് നിങ്ങളെയാണ്. ഓക്കെ, അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളിലും അവർക്കിപ്പോൾ ചൂസ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ അത്തരം കാര്യങ്ങളുടെ കമ്പാരിസണൊക്കെ അവർ മാറ്റി വെച്ചുകൊണ്ട് തന്നെ എന്ത് പ്രതിബന്ധമായിരുന്നാൽ പോലും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരണം, നിങ്ങളുമായിട്ടുള്ളൊരു സോളിഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ചിന്തകളാണ് ഇപ്പോൾ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ദേ വാണ്ട് ടു ടെൽ യു, അവർ എന്താണ് നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ്. അവരെന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. ഓക്കെ, നിങ്ങളിൽ നിന്നും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാതെ അവരുടെ ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ഐ കാൺട്ട് സീ യു ക്രൈയിങ്. ഓക്കെ, നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെട്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ലെറ്റ്സ് ഹീൽ ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാലേ ആ ഒരു ഹീലിംഗ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവാം. ലെറ്റ്സ് ഫർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും മറന്ന് ഒന്നിച്ച് ചേരാം, ഒരു പുതിയ ജേർണി ആരംഭിക്കാം എന്ന് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളോട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് പറയാനായിട്ട് അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മൂല്യമില്ലാത്തതായി മാറിയിരിക്കുകയാണ് നിങ്ങളില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, അവർ നിങ്ങളോടായി തെറ്റായി പറഞ്ഞു പോയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ അതിലവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ വ്യക്തിയാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ അവർക്ക് കഴിയും. ആൻഡ് ഫൈനലി യു ആർ മൈ സ്ട്രെങ്ത്. ഓക്കെ, അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അവരുടെ ലൈഫിൻ്റെ ആ ഒരു ശക്തി തന്നെ നിങ്ങളാണ് എന്ന് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്പർ 30 ലഭിച്ചിട്ടുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാവാം. ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ടാവാം. വൈറ്റ് കളർ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ വൈറ്റ് കളറായിരിക്കാം. 31 കാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയക് സൈനാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാപ്രിക്കോൺ സോഡിയക് സൈനിലുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 8 സോഷ്യൽ വർക്കർ ആയിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കർ ആയിരിക്കാം.
ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാവാം. ഫെബ്രുവരി മന്ത്. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. വിത്തിൻ 3 months കിട്ടിയിട്ടുണ്ട്. ആൻഡ് മെഡിക്കൽ ഫീൽഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ സ്റ്റഡി ചെയ്യുന്നവരോ ആയിരിക്കാം. നമ്പർ 11 ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്പർ 33 ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം, ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം, ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ ഡി ജനുവരി മന്ത്. സ്പിരിച്വൽ പാത്ത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം. വൈറ്റ് കളർ ഫേവററ്റ് കളർ ആയിരിക്കാം. ഫെബ്രുവരി മന്ത്. ടുമോറോ. ഏപ്രിൽ മന്ത് 20th എന്നുള്ളൊരു ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് മന്ത്. ലെറ്റർ എൽ മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. സെൻസിറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളും ഉണ്ടാവാം. ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഡിസംബർ മന്ത്. ഓക്കെ, റിപ്പീറ്റായിട്ട് ഡിസംബർ മന്ത് വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ. 23 ഒക്ടോബർ. ലിബ്ര എന്നുള്ള ഒരു സോഡിയക് സൈനും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് 24 22 ലെറ്റർ എ. ഓഗസ്റ്റ് മന്ത്. ടുഡേ. ഓക്കെ, ഇന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം. നമ്പർ 9 ലോങ് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ഉണ്ടാവാം. 25 ഫെബ്രുവരി മന്ത്. 11 23 നമ്പർ 15 യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെയോ വ്യക്തിയോ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ആൻഡ് ഫൈനലി വിത്തിൻ 48 hours. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.